പെണ്ണെ രാവിലെ നീ എവിടെ പോയാ? രാവിലെ എവിടെ പോയാ? രാവിലെ അമ്പലത്തിൽ പോയ. അമ്പലത്തിൽ നിനക്ക് എന്നു അമ്പലം ഉണ്ടാ? ദിവസേന അമ്പലത്തിയാ പോണം. ആ ദിവസേന അമ്പലത്തിൽ പോക്കേന് വേല. ഇപ്പൊ നിനക്ക് ഇന്ന് ഇത് തന്നെ വേല. ഞങ്ങളൊക്കെ വീട്ടിൽ കിടക്കും. നിനക്ക് ദിവസേന അമ്പലത്തിൽ പോക്കേന് വേല. ദിവസേന അമ്പലത്തിൽ പോകാം. നീ പുളിഞ്ചിക്കാട്ട് വെച്ചേക്കണി പുളിച്ചിക്കാൻ തിരി പുളിഞ്ചിക്ക അച്ചാറിന് നല്ല ടേസ്റ്റ് ആണെന്നേ. പുളിഞ്ചിക്കല്ല ഇവിടെ അത്രയും പോയി പറിച്ചാലും തിരിവില്ല. അതിന്റെ കമ്പുകൾ ഓടിച്ചു വീഴണമെങ്കിൽ അത്രയും കോമളാവും. പിന്നെ അമ്പലത്തിൽ പോയി യാതാ അമ്പലത്തിൽ പോയാ? വേലാപ്പില. ഞാൻ പോവില്ല. രാവിലെ ഞാൻ കുളിച്ചും കൊണ്ട് ഞാൻ ഒരു പൗരനും പോയില്ല. പണ്ടൊക്കെ പോവായിരുന്നു, ഇപ്പം പോവില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ ആരുമില്ലല്ലേ, അച്ഛനുമില്ല അമ്മയില്ല, ആരുമില്ല. ആരുമില്ല തനിച്ചിരിക്കുന്നിടത്ത് ഞാൻ കോവില്ല. ഞാൻ കോവിലൊന്നും പോവില്ല. പണേ ഇന്ന് അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പോവായിരുന്നു. 1-ാം തീയതിക്കൊക്കെ ഞാൻ കുളിച്ചും കൊണ്ട് കുളിച്ചും കൊണ്ട് കോവില് മണ്ണന്തലയൊക്കെ പോവാൻ. മണ്ണന്തലയൊക്കെ പോയി പേരാപ്പിലും പോവാൻ. ഇപ്പൊ ഞാൻ പോയിട്ട് പണ്ട് നിങ്ങൾ പേരാപ്പൂര് പ്രസാദം പിച്ച വയ്ക്കുന്ന പ്രസാദം ഇട്ട് കഴിച്ചിട്ടാണ് കിളന്നേന്നൊക്കെ വലിയ വിഷമം വരും. ഞാൻ ഇപ്പൊ ഒരു കോവിലും പോവില്ല. അവിടെ ഊണ് കൊടുക്കാൻ നേരത്ത് ഞാൻ പേരാപ്പിച്ചൊന്നും വാങ്ങിച്ചു. ഇപ്പൊ ഞാൻ പോയില്ല. ഇപ്പൊ ആരും ഇല്ലല്ലേ, അമ്മയില്ല, അച്ഛനുമില്ല, അമ്മുമ്മയില്ല, ആരുമില്ല. ഞാൻ തനിച്ചേ ഉള്ളു. തനിച്ചിരിക്കുന്നിടത്ത് കോവിലൊക്കെ ഞാൻ തനിച്ചിരിക്കുന്നിടത്ത് ഒരു ദിവസം ഇതിൻ്റെ കൂടെ വന്നു വന്നു. ഒരു ദിവസം 2-3 ദിവസം പോയില്ല. ഒരു ദിവസം ഉണ്ട്. അന്ന് അമ്മയെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അമ്മയെ ഉണ്ടായിരുന്നു. അവര് പെയ്യപ്പം പിന്നെ പരമ്പരാന്നും ഒരു കോവിലും പോയില്ല. ഞാൻ മണ്ണ് തല്ലാൻ പോവില്ല. ഓരോരുത്തർ മണ്ണ് തരാൻ അയാള് പറഞ്ഞു ഇനി വരില്ല എന്ന് പറഞ്ഞു. വെച്ചു 1-ാം തീയതിക്ക് അങ്ങനെ ഒരാള് അമ്പലത്തിൽ പോയിരിക്കണ നമ്മൾക്ക് അമ്പലത്തിൽ പോണം തോന്നിയാ പോണം. എവിടെയാണോ? ഞാനിപ്പൊ ഒരു കോവിലും പോവില്ല. ഇനിയൊന്ന് ബേക്കാ പോവായിരുന്നു. ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് പോവില്ല. തനിച്ച് ഒറ്റക്ക് ഇപ്പൊ അമ്മയില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ആരുമില്ല. തനിച്ചിരിക്കുന്നിടത്ത് ഞാൻ കോവിലേക്ക് പോണേ. ഞാൻ അതുകൊണ്ട് ഒറ്റക്ക് ആയതുകൊണ്ട് ഒരു കോവിലും. ഈ ചെറുക്കൻ്റെ കൂടെ ഒരു പേരൊക്കെ പറഞ്ഞെനിക്ക് പരിക്കകത്ത് തൈലമുള്ളെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ ചെറുക്ക കേൾക്കൂല. ചെറുക്കൻ്റെ ഒന്നും നല്ല വാക്ക് പറഞ്ഞ ചെറുക്ക ഒന്ന് കേൾക്കില്ല. ആ പരിക്കകത്ത് ഒരടുപ്പ് കൂട്ടി തന്ന അടുപ്പ് തൈലമുള്ളോടാ. അതൊരു കുറച്ചു കാലം വാങ്ങിക്കണം. ഒരു കാലം വാങ്ങിച്ചു എപ്പോഴും ഇവിടെ വന്നു അര കിലോ പഞ്ചാരയും വാങ്ങിച്ചു, 2-3 രൂപ 4 രൂപ തേയിലപ്പൊടിയും വാങ്ങിച്ചു. 1 കിലോ പഞ്ചാരയും 4 കിലോ വെറുതെ അല്ല എന്റെ ഭഗവാനെ ഇവര് ഉണങ്ങണത്. 4 കിലോ പഞ്ചാര ഞാൻ എന്ത് വേണം? എനിക്ക് തേയിലപ്പൊടിയും കാപ്പുപൊടിയാണ് ഇഷ്ടം. തേയില കാണണം, കറായിരിക്കും തേയില കുറുക്കി.
തേയിലപ്പൊടി അത്രയും വാരി ഇടും. പഞ്ചസാര ഇടൂലല്ലേ നിങ്ങള്? കുറച്ചേ കുറച്ചേ ഇടുള്ളൂ. അതെയാണ്. എവിടെ എന്തോന്ന് ജോലിക്കാകത്താത്ത ചെറുക്കൻ? ചെറുക്കൻ ഇന്ന് ജോലിക്ക് പോകാത്തത്, ചെറുക്കൻ ഇന്ന് അമ്പലത്തിൽ പോണം വൈകുന്നേരം. നമ്മുടെ പട്ടിക്ക് ഛർദിച്ചൊക്കെ കിടന്നില്ലേ സ്വീറ്റി? അപ്പൊ നമ്മള് പറശ്ശിനിക്കടവ് മുത്തപ്പനെ പോയി കാണുമെന്ന് എല്ലാരും നമ്മളെ ഫോട്ടോ എടുക്കുമ്പോ കാണുന്ന ആൾക്കാരല്ലേ? അമ്മ വെള്ള അല്ലല്ലോ, അമ്മ വെള്ള ഛർദിച്ച പട്ടിയില്ലേ, ഓപ്പറേഷൻ ഒക്കെ ചെയ്ത. അപ്പൊ അതിനാ എല്ലാരും പറഞ്ഞ് പറശ്ശിനിക്കടവ് പോയി അവിടുത്തെ ദൈവത്തിനെ കാണണോന്ന് പറഞ്ഞു. അപ്പൊ അത് നല്ല ദൂരെയാണ്, കണ്ണൂരാണ്. അതൊന്ന് വൈകുന്നേരം പോണം. കണ്ണൂരാ? അപ്പൊ കാണുമ്പോ പോയി തൊഴാൻ പോണത്. തൊഴുവാൻ പോണോ? ഓ കാല് വയ്യ, കാല് മുറിഞ്ഞിരിക്കുന്നുണ്ട്. എന്തെരീതാ? നഖം. എന്തെരീതാ? മറ്റേ കുഴിനകം വന്ന് ഞാൻ വലിച്ചിളക്കിയത് മുറിഞ്ഞത്. നീ വലിച്ചളക്ക? നീ വലിച്ചളക്കി പോണേ. അങ്ങനെ ഇത് വൈകുന്നേരം പോണോണ്ടാണ് നിങ്ങളെ മോന് ലീവ് എടുത്തത്. വൈകുന്നേരം 7:30 ട്രെയിനിൽ പോണം. ട്രെയിനിൽ പോണോ? ട്രെയിനിൽ കയറി പോണം. പപ്പായ പഴുത്തിരിക്കണല്ലേ? അപ്പൊ കാക്കുണ്ടോ അത് പറിക്കണേന്ന്? അല്ലെങ്കിൽ അത്രയും കാക്കുണ്ടോ? ഞാൻ പറിക്കാ. നമ്മളെ തോട്ടം ഉണ്ടല്ലോ, നീളമുള്ള തോട്ടം ഉണ്ടല്ലോ, തോട്ടയിലെത്തും, നീളമുള്ള തോട്ടയിലെത്തും. അമ്മ വിളിക്കാറുണ്ടാ? അമ്മ വിളിച്ചില്ല. അമ്മ മിനിഞ്ഞാന്ന് വിളിച്ച്. അവർക്ക് ഫോണൊന്നുമില്ലല്ലോ. അവര് താഴത്തെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ഫോണിലല്ലേ. എനിക്കിനി വാങ്ങിച്ചു കൊടുക്കാൻ വയ്യമ്മ. വാങ്ങിച്ചു കൊടുക്കും എല്ലാം. അവരെ കയ്യില് പോണില്ലേ? അവരെ കയ്യില് ഒരു പോണോണ്ടില്ലേ? അതുകൊണ്ട് വിളിക്കണാജി. അതൊക്കെ പോയി കുടിച്ചോണ്ട് വന്ന് ഇങ്ങോട്ട് നാലടിക്കും. അത് തന്നെ. എന്നാ അവരിൽ അടങ്ങി ഇവിടെ നിക്കാൻ പറഞ്ഞ കേക്കയില്ല. ഇവിടെ നിക്കില്ല. ഒരു ദിവസം നിക്കും, 2 ദിവസം നിക്കും, 3 പോകും. കാര്യം എന്തിന് അവര് പോവും? കാര്യം എന്തിന്? എന്തൊരു കാര്യം? നിങ്ങൾ ഏതാ കാര്യം? ഞാൻ അവരെ പിടിച്ചു കളയൂ. കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കും, ചായ ഇട്ട് കൊടുക്കും, നിങ്ങൾ എല്ലാം കൊടുക്കും. അമ്മ ഇട്ട് കൊടുക്കും. നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഇറങ്ങിപ്പോകാൻ പറയണത് എന്തെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് ഉടനെ ദേഷ്യം വരും. അവർക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ തള്ള ദേഷ്യം വരണത്. നിങ്ങളല്ലേ വഴക്കുണ്ടാക്കുന്നത്. അവരിവിടെ നിക്കില്ല. 2 ദിവസം നിക്കും, 3 പോകും. ഞാൻ തന്നെങ്കിലും പറഞ്ഞ അവര് കേൾക്കാത്ത മട്ടിൽ നിൽക്കും. അമ്മ അവർക്ക് ചെവിയായിട്ടൂടമ്മ. ചെവിയായിട്ടൂടി? ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ട് അവര് കേൾക്കാത്ത മട്ടിൽ നിൽക്കണല്ല. അവർക്ക് ചെവിയായിട്ടൂടാ. ഞാൻ ഇവിടെ കിടന്ന് ഇവരോട് സംസാരിക്കുമ്പോ ഇരുന്ന് കീറുന്ന നിങ്ങൾ കേൾക്കണില്ലേ? അവര് പതുക്കെ പറഞ്ഞ കേൾക്കൂല. നിങ്ങൾ അവരെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ വന്ന് ചായയും വെള്ളം ചോദിച്ച് അവര് കേൾക്കാൻ പോണ? ചെവി കേട്ടൂടി? ഇല്ല, അവർക്ക് ഒട്ടും കേട്ടൂടാ ചെവി. പിന്നെ എങ്ങനെ? അതെന്നെ പറഞ്ഞ പിന്നെ എങ്ങനാ? പിന്നെ നിങ്ങളൊന്ന് ഓരോന്ന് പറയുമ്പോ നിങ്ങൾക്ക് അവര് കേട്ടില്ല നമ്മുടെ ദേഷ്യം വന്ന് അവരിൽ ഇറങ്ങി പോവാൻ പറയും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് നിങ്ങൾ വെച്ച വീടാണോ? ഇതാര് വെച്ച വീട്? ഇതാര് വെച്ച വീട്? ഇതവൻ കട്ടിയത്. അപ്പൊ പിന്നെ അവൻ കിട്ടിയ വീട്ടിൽ കിടക്കണം. അവരെയില്ല നിങ്ങൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ? നിങ്ങൾക്കും ഇറങ്ങിപ്പോവാൻ പറയാൻ അധികാരമില്ല, അവർക്കും ഇറങ്ങിപ്പോവാൻ പറയാൻ അധികാരമില്ല. മനസ്സിലായോ? അവനിപ്പൊ ചന്തയിൽ പെയ്യാണ്. ചന്തയിൽ പോയാ? ഇപ്പൊ ചന്തയിൽ പെയ്യ. നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് തൊട്ടേനും പിടിച്ചേനും അവര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇറങ്ങിപ്പോ എന്റെ വീടാണെന്നൊക്കെ പറയുമ്പോ അവർക്ക് വിഷമം വരൂലേ? അവരവരെ മോളെ വീട്ടിൽ വന്ന് കിടക്കുമ്പോ നിങ്ങൾ ഇറങ്ങിപ്പോന്ന് പറയുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ട് സങ്കടം വരും. അപ്പൊ അവരങ്ങ് പോവും. ഞാൻ അവരങ്ങ് പോകണമെന്ന് പറയുമ്പോ അവരെല്ലാം എനിക്ക് പോകണ്ട പിടിച്ച് കെട്ടിയിടാൻ പറ്റുമോ? എല്ലാം ഒന്ന് പൊന്നും ഒന്ന് വെള്ളിയെന്നൊന്നും പറയണ്ട. നിങ്ങൾ ആരും ശരിയൊന്നുമല്ല. അവിടെ അങ്ങനെ തന്നെയല്ലേ? അവിടെ അങ്ങനെയൊക്കെ തന്നെ. അവർക്ക് ചവിട്ടയില് ചെവിയേറ്റൂടെങ്കിൽ പിന്നെ ഇങ്ങനെ പറയണ. അതന്നെ, അവർക്ക് ചെവിയേറ്റൂടാ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവർക്ക് ചെവിയേറ്റൂടാന്ന്? എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ നിങ്ങൾ ഇവിടെ വന്നിടന്ന് വിളിക്കുമ്പോ അവര് കേൾക്കാത്ത വിട്ട് നിൽക്കുമ്പോ ഞാൻ പറയില്ല അവർ കേൾക്കണില്ല കേൾക്കണില്ല ഞാൻ നിങ്ങളുടെ പറയില്ലേ? അവിടുത്തെ മരണമൊക്കെ കഴിഞ്ഞാ? ഓ കഴിഞ്ഞു.
ആൾക്കാർ പയ്യാ പോയി, എല്ലാരും പോയല്ലേ, ആൾക്കാരൊക്കെ പോയല്ലേ. എടുത്തോണ്ട് തന്നത് പയ്യാ. പോയി എല്ലാരും പോയി. ഇന്ന് എന്തൊരു കറി കഴിക്കാം അവൻ പയ്യില്ലേ. അമ്മ ഞാൻ രാവിലെ കറി വയ്ക്കുന്നു, 1-ാം തീയതി രാവിലെ കറി എല്ലാം വെച്ച് ഞാൻ മീൻ കറി വെച്ച്, മീൻ പൊരിച്ച്, ഇത് വിഴുക്ക് വരട്ടി, ക്യാബേജ് വിഴുക്ക് വരട്ടി, ഇഡ്ഡലി സാമ്പാറുമായിട്ട് സാമ്പാറുണ്ട്. ഇനി എന്തൊരു കറി വേണോ, അച്ചാറിരിക്കണം, എല്ലാ കറിയായി. അച്ചാറ് എനിക്കറിയാം. പിന്നെ തരുമ്പോ ഇങ്ങനെ ഇങ്ങനെ നക്കണതാ. അച്ചാറ് എനിക്ക് വേണ്ട. അത് ഞാൻ അച്ചാറ് പുളിപ്പ്. അപ്പൊ ഈ തരുമ്പഴേ അച്ചാറ് കൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് അച്ചാറിന് കൊരിക്കല. അച്ചാറ് പുളിപ്പ് തോന്നപ്പാ പൈക്ക്. അത് വലുതായില്ല, അത് വലുതാവട്ടെ. ഇതുപോലെ കൊച്ചു പപ്പായായിരുന്നു ഇത്. വലുതാവുമ്പോ കൊന്നക്കം പോലെ പോവാം. അന്നേരം അവിടെ താമസിക്കാൻ വരും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഈ ചുള്ളിക്കമ്പിനൊക്കെ തീയത്തിച്ച് തീർത്തനെന്നറിയോ. തുണി താത്ത് തന്നെ അങ്ങോട്ട് വലിച്ചു പോക്കണം. കാല് കടിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിലേ എപ്പോഴേ ഈ ചുള്ളിക്കമ്പിനെയൊക്കെ കത്തിച്ച് തീർത്തന. നീ ആ മുന്നേ ചെന്നു തടി എനിക്കിത് ഇതിന്റെ അടുപ്പിന്റെ മൂട്ടിൽ ഒരാൾ ഇരിക്കണോ അമ്മ, ചുള്ളിക്കമ്പായോണ്ട്. എനിക്ക് അങ്ങനെ എനിക്ക് എവിടെ നേരം. ഞാൻ അടുപ്പിൽ ചോറും വെച്ചിട്ട് ഇവിടെ ഒന്ന് 100 ജോലിയാണ് എന്റെ കൂട്ടത്ത്. ചുള്ളിക്കമ്പ് പെട്ടെന്ന് എരിഞ്ഞു തീരും. ഒരാളെന്റെ കൂടെ നിക്കണം. മറ്റേ അമ്മയാകുമ്പോ കസേരിട്ട് അവിടെ ഇരുന്ന് കത്തിക്കുവായിരുന്നു. അവര് കസേരയിരിക്കും. നിങ്ങക്ക് കത്തിക്കാനൊന്നും വയ്യല്ല. എനിക്ക് പിന്നെ എന്തിനാവും? എന്തിനാവും? വെച്ച് തിന്നാ ഞാൻ തിന്നാ. വച്ച് തിന്നാൻ നന്നായി തിന്നാ. ഇന്ന് പൈസ ഒന്നും വയ്ക്കില്ലേ? അല്ല ഞാൻ വച്ചേരാ. ഞാൻ 1-ാം തീയതി മീൻ വെക്കാത്ത. ഞാൻ പിന്നെ നിങ്ങളെ കയ്യിലാണ് മീൻ വെച്ചത്. ഇല്ല ഞാൻ മീൻ വെക്കില്ലായിരുന്നു. സാധാരണ മീൻ തലേദിവസത്തെ മിച്ചം കാണും. മിച്ചം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മീൻ കറി. അവൻ ചന്തയിലത് ചന്തയിലല്ല, കൂട്ടർ കൊടുത്തുകൊണ്ട് പയ്യ അവിടെ സാധനം വാങ്ങിക്കാൻ പോയാ. ചന്തയിലല്ലേ പയ്യത്? അല്ലെന്നേ, അവിടെ എന്തോ വെൽഡിങ്ങിന്റെ സാധനം വെക്കാൻ പോയത്. എനിക്കത് അടുക്കള തീ തന്നില്ല. സീറ്റൊക്കെ എനിക്ക് അടുപ്പാണ് ചെയ്തെന്നെങ്കിൽ വെള്ളോട്ട് മുടിച്ചോണ്ടിരിക്കുക. അത് തന്നെ ഈ ചെറുക്കന്റെ പറഞ്ഞ ചെറുക്കൻ തന്നെ നല്ല വാക്കെന്ന് പറഞ്ഞ കേൾക്കില്ല. അവൻ തുരുമ്പ് പിടിച്ചെടുക്കാൻ. തുരുമ്പ് പിടിച്ചേ? തുരുമ്പ് പിടിച്ചത്. തുരുമ്പ് പിടിച്ചേ? അത് ഒന്നും തള്ളവര് പറഞ്ഞാ കേക്കില്ല. കേക്കൂലേ? ഈ ചെറുക്കൻ ആയോണ്ട് തന്നെ ഞാൻ കളഞ്ഞു. നിങ്ങൾ കളഞ്ഞ? ഞാൻ വേണ്ടെന്ന് വെച്ച്. വേണ്ടെന്ന് വെച്ചാ പിന്നെ എങ്ങനെ നിങ്ങളെ കയ്യിൽ എത്തിയത് തിരിച്ച്? ഈ പിന്നെ ചെറുക്കറിയത് തിരിച്ചു കയറിയതാ. നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞത്? ഈ ചെറുക്കന്നെ ചെറുക്കനെ പറഞ്ഞ മോനെ നീ ഒരു അടുപ്പ് വഞ്ചട മച്ചിക്ക് കാപ്പി ഇട്ട് കുടിക്കാറ്റെങ്കിലും കാലത്തേടാ. ഈ ചെറുക്കൻ കേട്ടില്ല. പോറ്റിയിട്ട് ചെന്നാട്ട് പോറ്റിയാ പറഞ്ഞു കൊടുക്കണ. പോറ്റച്ചാണ് പോറ്റിയിട്ട് ചെന്നാട്ട്. പോറ്റിയല്ല വരമാണ പറഞ്ഞു കൊടുക്കും. ഒടിയിലാണ് അറിയുന്നത്. ചുമ്മാണ് പറഞ്ഞത്. ചുമ്മാ പറഞ്ഞത്? ആ ഭഗവാനേ. ഈ ചെറുക്കൻ ജോലി പോണ ചെറുക്കായി ഇവൻ ചായയൊക്കെ കിട്ടും. എനിക്ക് വരികയല്ലോ കിട്ടുമോ? കാലത്ത് ഉറക്കം വെച്ചാ ഒന്നുമില്ല. അടുപ്പുണ്ടായിരുന്നെങ്കിൽ വെറും ചായ. അടുപ്പുണ്ടായിരുന്നെങ്കിൽ കുടപ്പനെ മുഴുവൻ കത്തിക്കായിരുന്നു. കുടപ്പന കുന്ന പോലെ നമ്മ വീട്ടില് കത്തിക്കുന്ന അടുപ്പ് ഞാൻ ചിക്കൻ വെറും ചായ കുടിച്ചാനായിരുന്നു. വെള്ളവും കലവും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ല. പിന്നെന്തേ അതായത് പന്ന ദിവസത്തേക്കാനാണ്. പന്ന ദിവസത്തേക്കാനാണ്. കേട്ടൂടാ? പന്ന ദിവസത്തേക്കാണ്. ദുഷ്ട ചെറുക്കനാണ്. ഒന്നും പറഞ്ഞാ കേക്കില്ല. ഞാൻ പറ്റുപോയി. എന്തരിയേ നീ പഠിച്ചു കൊല്ലാൻ പറ്റുമോ? കുറെ തവണ നോക്കിയാലേക്ക് ഒന്നും പറ്റൂല. കുറെ തവണ കൊല്ലാൻ നോക്കിയാലേക്ക് ചത്തില്ല. കുറെ തവണ കൊല്ലാൻ നോക്കിയാ
അപ്പോഴൊന്നും ചാവൂല. ചാവൂല. ജീവിക്കാൻ വിധിയുണ്ടമ്മ. നിങ്ങളെ മോന് ജീവിക്കാൻ വിധിയുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ രാജകുമാരിയെ പോലെ ഇരിക്കണത്. ഞാൻ ചത്തിരുന്നെങ്കിൽ ആര് കാണുമായിരുന്നു? മോൻ ജീവനോടെ കിടന്നോണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇപ്പൊ അന്തസ്സായിട്ട് രാജകീയ പദവിയിൽ ജീവിക്കണം. മോൻ ചത്ത് കൊല്ലാൻ നോക്കി പോലും. ആ പൂവനും ആ കളവിയാണ് കൊല്ലാൻ തോന്നിച്ചത് തന്നെ. രണ്ടെണ്ണം കൂടെ മോനെന്ന് പറഞ്ഞിങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. തന്നെ അവര് മോനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചല്ലേ? നിങ്ങൾ എത്ര തവണ അവര് കൊല്ലാൻ നോക്കി? നിങ്ങളൊന്ന് ചത്തു കൊടുത്തുകൂടി ഒരു അടുപ്പോട് കാണിച്ചെന്നെങ്കിൽ വെള്ളോട്ട് കൂടിയായിരുന്നു. അരമടത്ത് പോകുന്നില്ല. ചായ കടയിൽ പോവാം. ഇവിടെ ചായ ഇരിക്കുന്ന രവിന്റെ കടയിൽ പോവാം. ചേർക്കേ അവിടെ അവിടെ തനിയും കൊള്ളൂലല്ലേ അമ്മ താടി വെട്ടിയപ്പം? താടി വളർത്തി വെച്ചോണ്ട് കൊല്ലണം കൊല്ലണം ചാവളം എന്നൊക്കെ പറഞ്ഞപ്പോ മോനെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരി മനുഷ്യ ഇവിടെ ഇരി മനുഷ്യൻ അവിടെ ഇരിയടാ. അവിടെ ഇരിയടാ. എന്തിനാണ് എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ? നിങ്ങളെ അവര് കൊല്ലാൻ നോക്കിയതാണ്. അമ്മൂമ്മ അപ്പൂപ്പനാണ് സമ്മതിക്കാത്തതാണ്. അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് സമ്മതിക്കാത്തത്. ലോകത്ത് ഏക തള്ള ആ കളവി തന്നെ തന്നെ. ആ അവരാണ് നിന്നെ അടുത്ത് ഉമ്മ വെച്ചോണ്ടിരുന്നത്. അവര് ഉമ്മ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ലേ അവരെ ഓട്ടിച്ചത്. ഞാൻ കളവനെ ഓടിക്കാൻ നേരത്ത് അവര് വാങ്ങിച്ചോണ്ട് വരുന്ന പാപ്പത്തിന്ന് അവര് പിടിച്ചു. അത് അമൃതമ്മ പറയാനായിട്ട് മരണത്തിന് പോയപ്പോഴത്തേക്ക് അവര് മിന്തിയില് പലഹാരം പലഹാരം വാങ്ങിച്ചോണ്ട് ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് എന്നേക്കാൾ മുന്നേ ഇവര് തട്ടിപ്പറയും. ഉള്ളിക്കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരണതും മറ്റേ ഇവിടെ പോയി താഴെ പോയി വാങ്ങണതും. എന്നിട്ട് ചിരിക്കണേ. എന്നിട്ട് ഇപ്പൊ സുഖമായിട്ട് അതന്നെ ഞാൻ പറഞ്ഞ മോൻ കിടക്കണോട് ഇപ്പൊ സുഖിച്ച് ജീവിക്കണ്. ആര് നോക്കുന്നുണ്ട്? നിങ്ങൾ ആര് നോക്കുമായിരുന്നു? ആര് നോക്കുമായിരുന്നു? ഒരു തരവില്ല. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആര് നോക്കുമായിരുന്നു? വെള്ളമില്ല. വെള്ളം പൈപ്പിൽ വെള്ളമില്ല നിങ്ങൾ പറഞ്ഞാല് വെറുചായ വേണം. വെറുചായ ഞാൻ വെറുചായ കാര്യമല്ല ചോദിച്ചത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറില്ല. ഞാൻ ഇല്ലെങ്കിൽ ആര് നോക്കും? നീ അവിടെ ഇരിക്കുന്ന ഞാൻ ഇല്ലേ. അഭിനയ കുലപതി എന്ന് പറഞ്ഞ അഭിനയ കുലപതി. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആര് നോക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആര് നോക്കുമായിരുന്നു? നീ ഒന്നിനെ തന്നെ കൂടെ ഞാൻ അല്ലായിരുന്നെങ്കിൽ ആര് നോക്കുമായിരുന്നു? പണ്ടേ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു. ആണായത് ഭാഗ്യം, പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പെണ്ണായിരുന്നെങ്കിൽ എങ്ങനെ അയക്കുമായിരുന്നു? പെണ്ണായിരുന്നെങ്കിൽ പെണ്ണായിരുന്നെങ്കിൽ 100 രൂപ ഒരു കൊടിയും ഒരു കാറും കൊടുത്ത് ഈ വസ്തുവും കൊടുത്ത് അയക്കുമായിരുന്നു. ഇത് കിളവനല്ലല്ലോ കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട കിളവനാണോ കൊടുക്കേണ്ടത്? എനിക്ക് കല്യാണം വന്ന ഒന്നും കൊടുത്തില്ലേ? എന്തായി എനിക്ക് തന്നെ അറിയാം. മിക്ക ആൾക്കാരുടെയും സംശയമായിരുന്നു, ആണായിരുന്നത് വലിയ ഭാഗ്യമല്ലേ, നീ എങ്ങനെയെങ്കിലും വളരൂലേ, പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി ആണായിട്ട് മധുരയൊക്കെ ഓടി. പെണ്ണായിരുന്നെങ്കിൽ മധുരങ്ങളൊന്നുമില്ലല്ലോ, കയ്യായാലേ എന്താണെങ്കിലും മുരുക്കുമരത്തില് ഒരഞ്ഞ് കയ്യും കാലും ഒക്കെ ഒരഞ്ഞ്. ഇപ്പൊ ഒരിടവും മുരുക്കില്ലല്ലേ അന്നെ? പണ്ട് മുരുക്കിന്റെ ഇല എടുക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു ആ താഴത്തെ അവരുടെ വീട്ടില് തിങ്കളാഴ്ച ദിവസം ഇഡലിയാണ്. മുരിക്കലയില് ചുടണം. എന്നിന്റെ സന്ധ്യ ആവുമ്പോഴത്തേക്ക് ജംഗിൾ ബുക്ക് കാണാൻ സമയമാകുമ്പോ പറഞ്ഞു. അങ്ങനെ ഇവിടെ ജീവിണ്ടായിരുന്ന? ഇവിടെ ഇല്ല, എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ എന്ത് ഇവിടെ ഇല്ല, പക്ഷെ പിന്നെ വാങ്ങിച്ചിരുന്നു അല്ലേ? ശരിയല്ലേ? പണ്ടവർക്ക് നമ്മളെ ടി വി കണ്ടോണ്ടിരിക്കൂലായിരുന്നു അവര്? ആ മുറിക്കകത്തിരുന്ന് സീരിയൽ കാണുമായിരുന്നല്ല ഞാൻ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി
പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ലേ, പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ലേ. അപ്പം താഴെ മാനത്തെ വീടുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടിട്ടാണ് ഇവരൊരു ടി വി അടികൂടി വാങ്ങിച്ചത്. അടികൂടി നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് അവസാനം അവനും ആരൊക്കെ ചേർന്ന്, എനിക്ക് അന്ന് ഞാൻ കൊച്ചാണ്ട് ഓർമ്മയില്ല, ഒരു ടി വി കണ്ടു കൊടുത്തു. ആ ടി വി അതും ഇതും സെയിം ടി വി. ഇവരിടുന്നത് ഒരു 2 ഘട്ട സമയത്തായിരിക്കും ഇടുന്നത്. അന്നേരം മറ്റേ ദൂരദർശൻ മാത്രം ആയതുകൊണ്ട് ദൂരദർശൻ ആകുമ്പോഴത്തേക്ക് മറ്റേ ഞാൻ മലയാളത്തിന് ഒരു സമയത്തുണ്ടല്ലോ, അത് കഴിയുമ്പോ പിന്നെ ഇംഗ്ലീഷാണ്. ഇവരിടുന്നത് ഇംഗ്ലീഷ് സമയത്താണ്. അതിനകത്ത് എപ്പോഴും ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവരിടുമ്പോഴത്തേക്ക് മലയാളത്തിൽ കേൾക്കും. എന്ന് വെച്ചാൽ അവരിടുന്ന സമയത്ത് സീരിയലുണ്ട്. അവര് കറക്റ്റ് മലയാളം സമയമാകുമ്പോൾ കാണും, അല്ലെങ്കിൽ മലയാളം പാട്ടൊക്കെ ഇട്ട് മറ്റേ ചിത്രഗീതമൊക്കെ ഇട്ട് വെള്ളിയാഴ്ച കേൾക്കും. ഇത് കാണണത് അവിടെ മലയാളം കേൾക്കുന്നു, ഇവിടെ ഒരുത്ത ഇംഗ്ലീഷ് പറയുന്നു. ടിവിയുടെ തലയിൽ ഒരടി ശരിയാക്കണം. എന്നിട്ട് അവരെ ചീത്ത വിളി. ആ ടി വി എന്ന് വെച്ചാൽ ആ ടി വി എന്നിട്ട് ഇവർക്ക് അഴുക്ക ടി വി വാങ്ങിച്ചു കൊടുക്കും. ഇല്ലെന്ന് ഓർമ്മ ഉണ്ടാകത്തത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഇവരിടുന്നതിന്റെ കുഴപ്പമാണ്. ഇവര് എപ്പോഴെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെന്ന് ഇടുമ്പോഴത്തേക്ക് അത് മറ്റേ ഏരിയയിൽ പൊക്കി വെച്ച് കാണുന്ന ഒരു പരിപാടി ടി വി ആണ്. മറ്റേ കൊച്ചു ടി വി ഉണ്ടല്ലോ, ചുമന്ന കളർ ബോഡിയും വന്നിട്ട്. അപ്പൊ ഇവര് കാണുമ്പോ ഇംഗ്ലീഷും ഹിന്ദിയെ വരത്തുള്ളൂ. അവരിടുമ്പോഴത്തേക്ക് മലയാളം അതിനായിരുന്നു ഒരു ഇടയ്ക്ക് പറഞ്ഞിട്ട് കാര്യം തരല്ലേ. വല്ലതും ഓർമ്മയുണ്ടോ ഇതൊക്കെ? എവിടെ പയർ പോലെ ഇരുന്നേ നിങ്ങളൊക്കെ പോയി കിളി പോയി. ഈ കിളി എപ്പോ തിരിച്ചു വരും എന്തോ. മോനെ കണ്ടാ കിളി പോവും. ഇനി പോണെന്ന് പറഞ്ഞേ. അതല്ലേ ജോലിക്ക് പോകട്ടെ. ഇന്നെവിടെ പോണാ? കണ്ണൂരെന്ന് പറയും. കണ്ണൂര്? കണ്ണൂര് എവിടെ? മുത്തപ്പൻ ക്ഷേത്രത്തിൽ. അവിടെ എവിടെ? അവിടെ എവിടെയെന്ന് എനിക്ക് പറഞ്ഞൂടാ. ഞാനും ആദ്യമായിട്ടേ പോകുന്നത്. ഈവനിങ് രാത്രി. ഈവനിങ് എന്ന് പറഞ്ഞാൽ രാത്രി ട്രെയിനിൽ പോകും. എന്നെയും കൂടെ കൊണ്ടുപോയി. ഒരിടത്ത് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. അവർക്കൊരു കുഴപ്പമില്ല, നമ്മക്കല്ലേ കുഴപ്പം. നിങ്ങൾക്ക് ഛർദിക്കാനൊന്നും തോന്നിയില്ലേ? എവരെ പോയി ഛർദിക്കാനൊന്നും പറ്റിയില്ലേ ട്രെയിനിൽ ഇരുന്ന? എനിക്ക് ഛർദിക്കാനൊന്നും പറ്റിയില്ല. അതെന്ത്? എന്റെ ശരീരത്തിലൊന്നും മേക്കൂല. കെമിക്കൽ ഉണ്ടെങ്കിൽ തന്നെ ട്രെയിനിന്റെ മേലെ കയറി കിടന്നതൊക്കെ ആൾക്കാർ പറയണായിട്ട്. നിനക്ക് ഛർദിക്കാനൊക്കെ അത് തന്നെ മതില് ചാടുന്ന ആർക്കാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി അല്ലേ? ശോഭനെ നേരെ അറിഞ്ഞൂടാ. അതൊക്കെ ഒരു കാലം അല്ലേ? അതൊക്കെ ഒരു കാലം അല്ലേ? ഒരു കാലം കുറച്ചാൾക്ക് പോയി മതിലാടിയല്ലേ കടയിൽ പോയാ ഗേറ്റും പൂട്ടിയിട്ട് എല്ലാ ഗേറ്റും പൂട്ടിയിട്ട് എന്നിട്ട് ശോഭന തട്ടുകടയിൽ നിൽക്കുന്നു. അതിൽ കൂടെ കയറി എന്തോ അപ്പോ പറയാതിരിക്കാൻ വയ്യ. വേറെ സ്പീഷീസ് ഒന്ന് പതുക്കെ പറഞ്ഞാലേ വേണ്ടൂല. ഇതിനെ പോയി കേടാ. ഇനിയിപ്പോ രാത്രി പോവേണ്ടേ ഇല്ലേ? കുറച്ചു മുമ്പ് കേടാ. വന്നോണ്ടേ കുറ്റം പറയാത്ത അമ്മ ഇഞ്ഞു വാങ്ങിച്ചോണ്ട് എടുത്തിട്ടുണ്ട്. മീനൊന്നും വാങ്ങിച്ചില്ല. ഒന്ന് മഞ്ചി പനി ചേർക്കാനാണ് ചേർക്കാനോ? ചെറുക്കാനാണോ? അന്നെ കൊല്ലണ്ടായിരുന്നു. ഇപ്പൊ പോട്ടെ, ഇങ്ങോട്ട് ജീവിച്ചില്ല, നമുക്ക് വിട്ടുകളയാം. ഞാൻ പോട്ടാ അമ്മ, എനിക്ക് ജോലിയുണ്ട്. പോട്ടാ. നിങ്ങൾ നിന്റെ നമ്മളെ കുളിക്കാൻ പോണില്ലേ? 1 മണിയായോ? 1 മണിയായി. കുളിക്കും. ഞാൻ കുളിക്കാൻ പോണു. ഇരിക്കണ നേരം കൊണ്ട് പോയി കുളിച്ചിട്ട് വാ.